സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നമ്മൾ വിടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താ? ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിങ്ങളെല്ലാവരും സ്വർഗത്തിൽ നിന്ന് പുറത്തു പോയിക്കോളി. നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഭൂമിയിലാണ്. ഭൂമിന്റെ പ്രത്യേകത എന്താണ്? അവിടെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കണം, വേറെ രക്ഷയില്ല. സ്വർഗം അങ്ങനെയല്ല, ഉദ്ദേശിക്കുന്നതെല്ലാം കിട്ടും, ചോദിക്കുന്നതെല്ലാം കിട്ടും. വിശപ്പില്ല, ദാഹമില്ല, നഗ്നതയില്ല. അടിപൊളിയുടെ ലോകമാണ് സ്വർഗം. അവിടുന്ന് ഭൂമിക്ക് നിങ്ങൾ പോവാണ്. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള വഴി എന്ന് പറയുന്നത് ഇതാ, എൻ്റെ അടുത്ത് നിന്നുള്ള ഹുദ വന്നെത്തും. ആ ഹുദയെ നിങ്ങൾ പിൻപറ്റിയാൽ നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാവില്ല, നിങ്ങൾക്ക് പേടി ഉണ്ടാവില്ല. ഈ ദുഃഖം എന്ന് പറയുന്നത് എന്താ? നമ്മളെ കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ മനസ്സിൽ കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഓർത്ത് എന്തെല്ലാം വിഷമങ്ങളുണ്ട്. ഇപ്പൊ ചില ആൾക്കാർ പറയും പഠിക്കേണ്ട സമയത്ത് പഠിക്കാത്തതുകൊണ്ടാണ് തെങ്ങ് കയറേണ്ടി വന്നത്. ഇപ്പൊ തെങ്ങ് കയറണ്ടല്ലോ, അൽഹംദുലില്ലാ. തെങ്ങ് കയറാൻ കഴിയാത്ത ആൾക്കാർ കുറെ ഹോസ്പിറ്റലിൽ കിടക്കണം, നടക്കാനും കൂടി കഴിയുള്ളവർക്ക്. അപ്പൊ കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്ത് ഇങ്ങനെ വിഷമിച്ച് കഴിയുന്ന കുറെ ആൾക്കാരുണ്ട്. അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, അന്ന് അങ്ങനെ പറ്റി, ഇങ്ങനെ പറ്റി. അതിൽ നിന്നാണ് ഈ ദുഃഖം ഉണ്ടാകുന്നത്. കഴിഞ്ഞ നഷ്ടങ്ങളെ കുറിച്ച് നമ്മൾ ഓർക്കണ്ടെന്ന് പറയണില്ല. ഓർക്കുന്നത് എന്തിനാണ്? ആ നഷ്ടങ്ങൾ നികത്താനാണ്. അല്ലേ? ഞാൻ അന്ന് പഠിച്ചില്ല, അതുകൊണ്ട് എനിക്ക് അക്കാഡമിക്കലി സാമ്പത്തികമായിട്ട് എനിക്ക് ഇങ്ങനെ നഷ്ടം ഉണ്ടായി. അങ്ങനെയെങ്കിൽ ഞാൻ അന്ന് ദീൻ പഠിക്കാത്തതുകൊണ്ട് ഇപ്പോഴും ദീൻ പഠിക്കാതെ പോയാൽ എനിക്ക് എത്ര നഷ്ടം ഉണ്ടാവും പരലോകത്ത്. അങ്ങനെയൊക്കെ ചിന്തിക്കാനാണ് കഴിഞ്ഞ നഷ്ടങ്ങൾ ഉപകാരപ്പെടേണ്ടത്. മനസ്സിലായില്ലേ? അതല്ലാതെ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ വിഷമിച്ച് കഴിയുക എന്നുള്ളത് നമ്മുടെ സമാധാനത്തെ കെടുത്തുന്ന ഒന്നാമത്തെ പോയിന്റാണ്. അത് ഇല്ലാതാക്കും ഖുർആൻ.